ഹായ് എല്ലാവർക്കും നമസ്കാരം. VPG മല്ലിമീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഓക്കെ, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെറിയൊരു ചിക്കൻ കറി. അപ്പോൾ നമുക്ക് ലൈറ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ട് ഞാൻ വന്നേക്കണം. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക, ഓക്കെ. നമുക്ക് ചിക്കൻ കറിയിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില, അതുപോലെ ഒരു 3 സവോള ആണ്. ഈ സവോള നന്നാക്കാനാണ് ബുദ്ധിമുട്ട്. കണ്ണിരിക്കും എന്നാലും കുഴപ്പമില്ല. മോളുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ മോളെ യാമിക. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. ഓക്കെ, കുളം നോക്കിയിട്ട് കണ്ണിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്കത് ചിക്കൻ കറിയിൽ ഇതിലേക്കുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇതേമാതിരി ഒരു പാത്രത്തിലാണ് ഇത് കറി വെക്കാൻ പോണത്. ഇതൊരു സ്റ്റീലിന്റെ പാത്രമാണ് കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഇതിൽ വെള്ളമുണ്ട്, വെള്ളം ഒന്ന് വാറ്റട്ടെ. ഓക്കെ, വെള്ളം നമുക്ക് ലാസ്റ്റ് ഇതിൽ കുറച്ച് കളയാം. സാറിൻ്റെ സ്റ്റീലിൻ്റെ പാത്രമല്ലേ, വലിയ ചൂടൊന്നും ആയിട്ടില്ല. അപ്പോൾ ഒന്നായിരിക്കും വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ ആദ്യം ലാഗാക്കണില്ല, ലാഗാക്കി കഴിഞ്ഞാൽ ഒരു വീഡിയോ കണ്ട്. അപ്പോൾ അത് ചൂടായി വന്നിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഈ എണ്ണ, അതായത് സബോള വാടാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇഞ്ചി പേസ്റ്റ് മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇഞ്ചി, അതായത് 2 കഷ്ണം ഇഞ്ചി, ഒരു 1.5 കഷ്ണം വെളുത്തുള്ളി ഉണ്ട്. അപ്പോൾ 1.5 കൊടട്ടോ. അപ്പോൾ ആ വെളുത്തുള്ളിയും കൂടി അതിൽ ആക്കിയിട്ടാണ്, അപ്പോൾ അരച്ചെടുത്തിട്ടാണ്. അപ്പോൾ പേസ്റ്റാണ് ഇതിന് നമുക്ക് വേണ്ടത്. അപ്പോൾ അതൊന്നും അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കുക. അപ്പോൾ ഇളക്കുമ്പോൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും നോക്കണം, അതിൻ്റെ ഒരു ഫ്ലേവർ. ആഹാ, സൂപ്പറാണ് കേട്ടോ. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമ്മളൊരു 3 സബോള ചെറുതായി നുറുക്കി വെച്ചത്. അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. നല്ല കണ്ണീന്നൊക്കെ വെള്ളം വന്നു, എന്നിട്ടാണ് നുറുക്കിയത്. കഷ്ടപ്പെടാണ്ട് നമുക്ക് തുള്ളി കിട്ടില്ലല്ലോ. അപ്പം അത് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കുമ്പോൾ ഈ സബോള വാടണം. സബോള വാടാനായിട്ട് നമ്മുടെ യാമൂസ് ഉണ്ട് കേട്ടോ. അതിൽ പറയാനായിട്ട് സബോള വാടാനായിട്ട് ഒരു 1.5 ടീസ്പൂൺ, 1.5 2 ചെറിയ സ്പൂണാണ്. അപ്പം അതിൻ്റെ പേരിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് നന്നായി ഇളക്കുക. അപ്പോൾ ഒരു 10 മിനിറ്റിനുള്ളിൽ അത് നമുക്ക് സബോള വാടി വരും കേട്ടോ. സബോള വാടി വന്നാലാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യേണ്ടതുള്ളൂ. അതെ, ഞാനൊക്കെ ഇവിടെ വേപ്പില സൂക്ഷിക്കണം. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഒരു ഡബ്ബയിൽ അടച്ചിട്ടാണ് കണ്ടോ. ഇതിപ്പോൾ ഏകദേശം 1 മാസമായി വാടിയിട്ടില്ലേ കണ്ടോ. ഇരിക്കണില്ലേ വേപ്പില ഫ്രഷ് ആയിട്ട് അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ആ വേപ്പിലേന്റെ ഇതള് പൊടിക്കാണ്ട് നമ്മൾ ആ ഇതുണ്ടല്ലോ, ഈ തണ്ടോട് കൂടിയിട്ട് ഇതിൽ സൂക്ഷിച്ചു വയ്ക്കും. ഇതിങ്ങനെ ഒരു ഡപ്പയിൽ ഇത് അടച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലം നിൽക്കും ഉണ്ടാവും. അപ്പോൾ ഇത് നല്ലൊരു യൂസ്ഫുൾ ആണ്. അറിയാത്തവർക്കായിട്ട് ഞാൻ ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടത് വേപ്പില വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ വേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വേപ്പില ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ ഇട്ട് കൊടുക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ വേപ്പില ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ. ഓക്കെ, ആ വേപ്പില തൊട്ടിട്ട് ഇളക്കി കൊടുക്കും. ഇത് നമ്മുടെ ഉള്ളി സവോളൊക്കെ നന്നായി മുരിഞ്ഞ്, അതായത് നന്നായി വന്നിട്ടുണ്ട്, വഴറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ പൗഡർ സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. ഓക്കെ, അതിനുശേഷം അടുത്തതായിട്ട് ആഡ് ചെയ്യാൻ പോണത് ഇത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂൺ. ഇതൊരു ടീസ്പൂൺ, അത്യാവശ്യം വലിയ ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ. ഓക്കെ, പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുളക് പൊടിയാണ്. ഇത് കാശ്മീരി ചില്ലി ഒന്നല്ല, ഇത് സാധാരണ നല്ല എരിവ് മുളകാണ്. അപ്പം നല്ല എരിവുണ്ടാവും. അപ്പം ഞാൻ അതിലേക്ക് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്ര എടുക്കണമോ കേട്ടോ. അപ്പം അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഗരം മസാല. ഇത് ഞാൻ കടയിൽ നിന്ന് മേടിക്കണമല്ല, ഇത് പൊടിച്ചുണ്ടാക്കണമെന്ന്. കുറച്ച് ഏലക്കായ കൂടുതലുണ്ടാവും. അപ്പം നമുക്ക് നല്ല മണം കിട്ടും. ഓക്കെ, അപ്പം അത് ഒരു ടീസ്പൂൺ, ഇത്രയും ഒരു ചെറിയ ടീസ്പൂണാണ്. അപ്പോൾ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാല ഏകദേശം റെഡിയായി. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കുക. ഓക്കെ, അപ്പോൾ കരിയാണ്ട് നോക്കണം, പൊടി കരിയാണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ. ആഹാ, നല്ല മണം വന്ന് തുടങ്ങിയിട്ടാണ്. ആ മസാലയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോഴേ നമ്മുടെ പൊടിയൊക്കെ മൂത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് നോക്കിയൊരു 6 പച്ചമുളക് നടുകീറിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഞാൻ മുളക് പൊടി ഇട്ടത് കുറവാണല്ലോ, ഞാൻ കുരുമുളക് പൊടി ഉപയോഗിച്ചിട്ടില്ലേ. കുരുമുളക് പൊടി ഞാൻ ചിക്കനിൽ ഇടാറില്ല. അപ്പൊ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ,
പിന്നെ അതിന് ശേഷം തക്കാളി 2 തക്കാളി ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് അത് വെള്ളം ഒഴിക്കുന്നതിന് പകരം നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മള് അത് നല്ലതാണ്. അപ്പൊ അടി പിടിക്കുക കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ആ തക്കാളി തന്നെ സ്വാഭാവികമായിട്ട് വെള്ളം ഇങ്ങനെ താഴേക്ക് ഇറങ്ങും. അതായത് നിങ്ങൾക്കൊന്ന് കണ്ടുനോക്കിയേ, കണ്ടാ നമ്മുടെ മസാല ഇങ്ങനെയാണ് ആയിട്ടുള്ളത്. ഇനിയിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ തക്കാളി ഒന്ന് വാടി വരാനുണ്ട്. അപ്പൊ തക്കാളി ഒന്ന് വാടി കഴിഞ്ഞാല് പിന്നെ ഓക്കെ. ഞാനിവിടെ കോഴി മേടിക്കുക, ഫ്രഷ് കോഴി മേടിച്ചിട്ട് അത് ചെറുതാക്കി നുറുക്കിയിട്ട് ഫ്രീസറിൽ കയറ്റുക ചെയ്യുക. അപ്പൊ ഞാനത് ഫ്രീസറിൽ നിന്ന് വിടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പുറത്തേക്ക് ഇറക്കി വെച്ചിരുന്നു. അപ്പൊ അത് അതിന്റെ കോല എന്തായി നമുക്ക് നോക്കാം. അതാണ് നമ്മൾ ഫ്രീസറിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുള്ള കോഴി. നോക്കിയത് ഫ്രീസൊക്കെ വിട്ടിട്ടുണ്ട്, ഐസൊക്കെ വിട്ടു. ഇപ്പൊ കുഴപ്പമില്ല. ഓക്കെ, നമുക്കിതൊരു നന്നായി കഴുകിയതിന് ശേഷം ഇപ്പൊ നമ്മൾ മസാല ആയല്ലോ. ഓക്കെ, ഇത് നന്നായി നമുക്ക് ഇങ്ങനെ കഴുകിയെടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ആ ചിക്കൻ നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കഴുകി വൃത്തിയാക്കിയുള്ള ചിക്കന് വെള്ളം കളഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ നമുക്കത് അയ്യോ തുമ്മലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്കത് അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പൊ ആ ചിക്കൻ ഇട്ടിരിക്കണം. അപ്പൊ നമ്മൾ കഴുകി വൃത്തിയാക്കിയുള്ള ചിക്കൻ അതിൽ ഇട്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്കത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഓക്കെ, അപ്പൊ നമ്മള് ഫ്ലെയിം അത്യാവശ്യം ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിത് ഉരുളക്കിഴങ്ങ് ഇടുന്ന പരിപാടിക്ക്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇടണം ഇനി കുറച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ഒരു 2 ദിവസത്തേക്കുള്ള ഒരു കറിയാണ് കേട്ടോ. ഞങ്ങളിവിടെ 2 ആളുള്ളൂ, ഞാനും ഭാര്യയും അതേമാതിരി മോളും മാത്രമേ ഉള്ളൂ. കുട്ടികളൊക്കെ ചെറുത് കുറച്ചല്ലേ കഴിക്കുക. പിന്നെയും ക്വാണ്ടിറ്റി അത്യാവശ്യം കഴിക്കാൻ ഞാനാണ്, വൈഫിനൊക്കെ കുറച്ച് മതി. ഓക്കെ, അപ്പോൾ നമുക്കത് ഇനി കാണാം. ഇതാണ് നമ്മൾ കയറ്റിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ ഇത് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയാൻ പറ്റും, അധികം ഫ്ലെയിം ഇല്ല. ഇത് സ്റ്റീലിൻ്റെ ആയ കാരണം നമുക്ക് വല്ലാണ്ട് നമുക്ക് ഫ്ലെയിം കയറ്റാൻ പറ്റില്ല. പെട്ടെന്ന് നമുക്ക് ഇത് അടി പിടിക്കണ മാതിരി ഒരു ഫീൽ വരും. അത്യാവശ്യം തിക്നെസ് ഉണ്ട് ഇതിന്റെ പാത്രത്തിന്, എങ്കിലും കണ്ടില്ലേ നമുക്ക് ഇനി ചിക്കനിൽ നിന്ന് നമുക്ക് വെള്ളം ഇറങ്ങും. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഓക്കെ, നമ്മൾ ചിക്കനിലേക്ക് ഇടുന്ന ഒരു 3 ഉരുളക്കിഴങ്ങാണ്. ഇതിന്റെ തൊലി കളഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് അത് ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നന്നായി തിളക്കണാണ്ടില്ലേ, ആഹാ എന്താ രസം കാണാൻ. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഒരു 3 ഉരുളക്കിഴങ്ങ് ഞാൻ ചെറുതായി നുറുക്കി വെച്ചിട്ടുള്ളതാണ്. അധികം ചെറുതൊന്നുമല്ല. അപ്പൊ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കണം. ഓക്കെ, അപ്പോൾ നന്നായി ഇളക്കുക. ഓക്കെ, അപ്പൊ ഞാനിത് പ്രിഫർ ചെയ്യണത് വെള്ളയപ്പം അങ്ങനെയുള്ള ഒരു ഒഴിച്ചുകറി ആയിട്ടുള്ള രീതിയിലാണ്. ഇതിപ്പോൾ അത്യാവശ്യം റോസ്റ്റ് പരുവത്തിലാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ ഉരുളക്കിഴങ്ങ് ഇടാനനുസരിച്ച് നമ്മൾ ഇച്ചിരി ഉപ്പ് വേണ്ടവർക്ക് ഇച്ചിരി ഉപ്പ് കൂട്ടി ഇട്ടോളൂ കേട്ടോ, അപ്പോഴത് ശരിയാവുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഞാൻ നന്നായി ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് അതൊരു ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഗ്രേവി വേണ്ടവർക്ക് നമുക്കത് ഗ്രേവി ചെയ്യും. കെറ്റിലാണ് ചൂടുവെള്ളം തിളപ്പിക്കുക. അപ്പൊ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അത് നമുക്കൊരു മെഷർമെന്റ് ഉണ്ടാവണം. നമുക്കൊരു 1.5 ഗ്ലാസ്സൊക്കെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം. ഓക്കെ, അപ്പൊ നമുക്കൊരു 10 മിനിറ്റിനുള്ളിൽ ചിക്കൻ കറി റെഡി ആവും. ഓക്കെ, അപ്പൊ നമ്മുടെ ചിക്കൻ കറി ഏകദേശം റെഡി ആയി. ഓക്കെ, റെഡി ആയി തന്നെ പറയാം. ഓക്കെ, അപ്പൊ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയുള്ള ചിക്കൻ കറി. ഓക്കെ, അപ്പൊ നമുക്ക് ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ചിക്കൻ കറി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ അത്യാവശ്യം ഉപ്പുമുളകൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പൊ സംഭവമൊക്കെ ഓക്കെയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ചിക്കൻ കറി. ആഹാ, നല്ല മണം കേട്ടാ. ആഹാ, നല്ല രസത്തിൽ ചിക്കൻ കറി ആയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഉപ്പും മുളകൊക്കെ ആയിട്ടുണ്ടോ എന്നുള്ളത്. ഓക്കെ, കിട്ടു ടേസ്റ്റ് കേട്ടാ, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, എന്നിട്ട് അഭിപ്രായങ്ങളും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ആഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.